കുറെ മറ്റേ എഴുതാനും ഇയാൾ കുറെ പിറകെയാണെന്നോ. അല്ല അങ്ങനെയല്ല, അല്ലാതെ അമ്മ കൊടുത്തോളൂ. ആ കൊടുത്താ വാങ്ങിക്കും. അങ്ങനെയല്ല, അല്ലാതെ അന്ന് അയാൾക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ ഇതായിട്ട് എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അയാൾക്ക് ഇയാളുടെ ഈഗോ ഹട്ട് ചെയ്യണം. അതുകൊണ്ടാണ് അയാൾ വാങ്ങിക്കായിരുന്നത്. അതേസമയം നിന്റെ അമ്മ ത്രൂ അയാൾക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അന്ന് അയാൾ വാങ്ങിച്ചായിരുന്നു. ഞാൻ തന്നെ അമ്മയുടെ അടുത്ത് പറഞ്ഞു. കാരണം മറ്റേത് എഴുതാൻ ഇപ്പം മറ്റേ പുതിയ ഡിജിറ്റൽ സർവേയുടെ ഇതിൽ കുറേ പിറകെ നടന്നു. ഇത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാനും അതും ഇതൊക്കെ ആയിട്ട് നമ്മളെ കഴക്കൂട്ടതും ചെയ്യണം. ഡിസംബറിൽ വരുമ്പോഴത്തേക്ക് അതും ചെയ്ത് വെക്കാനായിട്ട് എൻ്റെ ചേട്ടൻ ഉണ്ടെങ്കിൽ. പക്ഷെ ഞാനല്ലേ പോകുന്നുള്ളൂ, ഞാനല്ലേ വരുന്നുള്ളൂ. അത് നേട്ടം ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, നീ വരുന്നില്ലല്ലോ. അത് ഏത് നമ്പറാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്? കഴക്കൂട്ടത്തോ എന്തായാലും ഈ നമ്പറല്ല. കാരണം 2015 വാങ്ങിച്ചതാണ്. ആ സമയത്തൊന്നും എൻ്റെ ഈ നമ്പറില്ല. കുഴപ്പമില്ല, നമ്മളിപ്പോ ഒന്നും പ്രേവർത്തി ആ സാധനങ്ങളൊന്നും ഇത് ചെയ്യാൻ പോണില്ലല്ലോ. നമ്പറൊക്കെ മാറ്റിയൊക്കെ ചെയ്യാം. നമ്പർ ഏത് സമയത്ത് കയറി ഇറങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. സോളാറിൻ്റെ ഒരു ഇത് ചെയ്യാനുണ്ടോ? ഇനി ആരെ ഫിലിം സ്റ്റാർസിന്റെ മക്കളൊന്നും ഇതിൽ ഇറങ്ങായിരിക്കും. എല്ലാവരും ഏകദേശം ഇറങ്ങി. സുരേഷ് ഗോപിയുടെ ഇറങ്ങി കയറാം. ജയറാമിൻ്റെയൊക്കെ പൊട്ടി ഇറങ്ങുന്നില്ല. മണിയമ്പിള്ള രാജുവിൻ്റെ മോനെ എണീച്ചല്ലോ. പക്ഷേ ഒരു പടവും ഇങ്ങനെ ഇതായി ഒരുപാട്. അടുത്ത വലിയ ലോഞ്ച് എന്ന് പറയുന്നത് ആരാധ്യയുടെ അതൊരു വലിയ ലോഞ്ച്.